We all know a story begins with a spark, an idea. ഒരു കഥയ്ക്ക് വേണ്ടിയുള്ള ബീജം അത് എന്തുമാവാം. It can be the name of a person or a conversation that you overhear or a situation in your life. In fact, ideas are everywhere. We are surrounded by them. The only problem is that we don't see them as ideas but only as cold, inert objects, things. Why? Because we don't look at them through the lens of a writer, through the eyes of a writer. So, where to begin? Open your eyes. You may go for a walk. You may go to a nearby restaurant with your antennas up. കണ്ണും കാതും തുറന്നു തന്നെ ഇരിക്കണം. Things will begin to happen. Things which are interesting for the writer in you. It can be a conversation going on between two teenagers about the latest online game, something that you are not familiar with. That area you do not know anything. So you have to pick your notepad and then write down those things. Not only the words, phrases and the jargon, but even the passion in which they are talking. You soak in everything. So you've been listening to them till now. If possible, throw a glance. അത് സംസാരിക്കുമ്പോൾ അവരുടെ ജസ്റ്റേഴ്സ്, ബോഡി ലാംഗ്വേജ്, can you pick them up? And do you think that all those things could really go to make a scene in your story, down to those dialogues, their dialogues? പക്ഷേ എന്ന് പറഞ്ഞ് നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം കഥകളാവില്ല. Certain things that happen out there resonates with something deep inside. We feel suddenly connected. Now we know this is it. This could make a story. ഇത് കഥയാവും എന്നൊരു തോന്നൽ നമുക്കിങ്ങനെ വരും. How is that possible? How do we know this? You have to be a good reader. There are no shortcuts. നമ്മൾ കഥകൾ എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരുപാട് കഥകൾ വായിച്ചേ പറ്റുള്ളൂ. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സ്റ്റോറീസ്. ചില കഥകളൊക്കെ വായിക്കുമ്പം നമുക്ക് തന്നെ അത്ഭുതമാണ്. ഇത്രയും നിസ്സാരമായ ഒരു കാര്യത്തിൽ നിന്ന് ഇങ്ങനെ കഥകൾ ഉണ്ടാക്കാമോ എന്നുള്ള ആശ്ചര്യത്തിലാണ് നമ്മൾ. സോ ദാറ്റ് ഗിവ്സ് us immense confidence as a writer. നാളെ നമ്മൾ എന്ത് കണ്ടു കഴിഞ്ഞാലും അതിൽ ഒരു കഥ ഉണ്ടാക്കാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ ആൻഡ് വിൽ ബി ഏബിൾ ടു ടേൺ ദം ആസ് ഗുഡ് സ്റ്റോറീസ്, വണ്ടർഫുൾ സ്റ്റോറീസ്. മറ്റുള്ളവർ കാണുന്നതൊക്കെ തന്നെയാണ് നമ്മളും കാണുന്നത്. But as writers, we twist our prism a wee bit, maybe with the help of our imagination, and suddenly new ideas come into focus. പണ്ട് ഞാൻ എന്താ.com എന്നുള്ളൊരു മാഗസിനിൽ, ഓൺലൈൻ മാഗസിനിൽ എഴുതിക്കൊണ്ടിരുന്ന കാലം. അക്കാലത്ത് ഒരു ദിവസം ഞാൻ അതിൻ്റെ എഡിറ്ററായിട്ടുള്ള സബീനുമായിട്ട് പുറത്ത് ഒരു ബിയർ കഴിക്കാൻ വേണ്ടി പോയി. അപ്പം ഞങ്ങൾ ആ ബാറിലിങ്ങനെ ഭയങ്കര ചൂടുള്ള സമയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, കൊണ്ടുവരുന്ന ആളുടെ അടുത്ത് പറഞ്ഞു, ചേട്ടാ എനിക്ക് ബിയർ കൊണ്ടുവരുന്നതിന് മുമ്പ് എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ആ ഗ്ലാസ് വെള്ളം ഇങ്ങനെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. അയാളിങ്ങനെ കൊണ്ടുവന്നു. അപ്പോൾ അക്കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ പുതിയ മാഗസിനായതുകൊണ്ട് ഈ സ്റ്റോറീസിന് വേണ്ടി ഇങ്ങനെ ഉഴറി നടക്കുന്ന കാലമാണ്. ഇപ്പോൾ ചില സ്റ്റോറീസൊക്കെ ഞാൻ സബീൻ്റെ അടുത്ത് പിച്ച് ചെയ്യും. സബീൻ പറയും, മനു അത് ശരിയാവില്ല. ചിലപ്പോൾ സബീൻ വേറെ ചില സ്റ്റോറീസിൻ്റെ കാര്യം ഇങ്ങോട്ട് പറയും. അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറയും. അങ്ങനെ ഒരു നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചിങ്ങനെ സ്റ്റോറീസിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരുന്ന കാലമാണ്. പെട്ടെന്ന് ഞാൻ സബീൻ്റെ അടുത്ത് ചോദിച്ചു, സബീനെ ഈ ഗ്ലാസ് വെള്ളം എവിടെ നിന്നാണ് വന്നത്? സബീൻ പറഞ്ഞു, മനു പറഞ്ഞിട്ടില്ലേ കൊണ്ടുവച്ച്, വേണ്ടെന്ന് പറയണമെന്ന് ചോദിച്ചു. അതല്ല, ഈ ഗ്ലാസ് വെള്ളം ശരിക്കും എവിടെ നിന്നാണ് വന്നതെന്നുള്ളത്. സബീന് പെട്ടെന്ന് കത്തി. അതൊരു വലിയൊരു സ്റ്റോറിയുടെ തുടക്കമായിരുന്നു. കാര്യം ഐ വാണ്ടഡ് ടു റീട്രേസ് ദ സ്റ്റെപ്സ് ഓഫ് ദറ്റ് ഗ്ലാസ് ഓഫ് വാട്ടർ. ഈ വെള്ളം വന്ന വഴി അതെവിടുന്ന്, അതിൻ്റെ യാത്ര പുറകോട്ട് നമ്മൾ കൂടെ പോവുകയാണ്. അപ്പോൾ എനിക്കറിയാം ഇത് വാട്ടർ വർക്ക്സിൽ നിന്ന്, അവിടെ നിന്ന് പിന്നെ അരുവിക്കര, അവിടെ നിന്ന് പിന്നെ ഇങ്ങനെ അത് പിന്നെ ആ വെള്ളം വരുന്നത് ശരിക്കും അഗസ്ത്യ മലകൾ കയറി ഇങ്ങനെ പാണ്ടിപ്പത്ത് വഴി ഇങ്ങനെ കയറി അങ്ങ് പോവുകയാണ്. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരു ബാറിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ ആ വെള്ളത്തിനൊരു കഥ പറയാനുണ്ടെങ്കിൽ ഇതൊരു ആ ഒരു സ്റ്റോറിയുടെ പോക്ക് കണ്ട്. ശരിക്കും ആ സ്റ്റോറി എനിക്ക് അന്ന് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇയേഴ്സ് ആഫ്റ്റർ ദാറ്റ് ഇൻസിഡൻറ്റ് I
was supposed to write a book on Silent Valley National Park. അപ്പോൾ അന്ന് അവിടെ പോയപ്പോഴത്തേക്ക് ഞാൻ അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു, കാര്യം അത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോട് ചേർന്നാണ് ആ പുസ്തകം ഇറങ്ങുന്നത്. സോ ഐ ടോൾഡ് ദം ദറ്റ് ഐ വാണ്ടഡ് ടു ഡു എ സ്റ്റോറി ഓൺ ദിസ് ദാറ്റ് സൈരന്ധ്രി റിവർ, സൈരന്ധ്രി ഉണ്ട്. അപ്പോൾ അതിൻ്റെ യാത്ര എനിക്ക് പുറകോട്ട് പോകണം, അതായത് അതിൻ്റെ ഉത്ഭവസ്ഥാനം തേടി പോകണം. ഇപ്പോൾ കാട്ടിലൂടെ ഒരുപാട് ദിവസം കാടും മേടും മലകളൊക്കെ കയറിയാണ് അതിൻ്റെ ഉത്ഭവസ്ഥാനത്ത് എത്തേണ്ടത്. അപ്പോൾ അതൊരു നല്ല സ്റ്റോറിയായിരുന്നു. എൻ്റെ പുസ്തകത്തിൽ ഒരു ഏടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായിരുന്നു. എനിക്ക് ഒന്നോ രണ്ടോ പാരഗ്രാഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയായിരുന്നു. ഈ സ്റ്റോറിയുടെ, ഈ പുഴയുടെ ഒരു ഉത്ഭവം തേടിയുള്ള യാത്ര. ശരിക്കും ഈ സ്റ്റോറി എനിക്ക് കിട്ടുന്നത് ആ ബാറിൽ ഒരു ഗ്ലാസ് വെള്ളം എൻ്റെ മുന്നിൽ കൊണ്ടുവച്ച ആ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നിന്നാണ് ആ ഒരു ഐഡിയ ജനിക്കുന്നത്. അതാണ് പറയുന്നത്, കഥകൾ നമ്മൾ തേടിയിറങ്ങി തുടങ്ങിയാൽ പിന്നെ നമ്മൾ കണ്ടുമുട്ടുന്നതെല്ലാം അവയുടെ കഥകൾ നമ്മളോട് പറഞ്ഞു തുടങ്ങും. അതാണ് എൻ്റെ അനുഭവം. Sometimes it will be just like connecting a few dots in order to get that picture, to understand that story. You put a few disparate things happening around you and you suddenly get that key to open that vault. കഥകളുടെ ചെപ്പ് തുറക്കാനുള്ള ആ കീ നിങ്ങളുടെ കയ്യിൽ കിട്ടും. ഡിസ്കവർ എന്ന വാക്കാണ് ഞാൻ ഉപയോഗിച്ചത്. അത് എഴുത്തുകാരുടെ ഒരു വിശ്വാസമാണ്. ദാറ്റ് ദേ ഡോണ്ട് ഇൻവെൻറ്റ് തിങ്സ്, ദേ ക്യാൻ ഓൺലി ഡിസ്കവർ സ്റ്റോറീസ്. ഡിസ്കവർ അല്ലെങ്കിൽ എക്സ്കവേറ്റ്, അത് കണ്ടെത്തുകയാണ്. അത് പുതിയതായിട്ട് ഒരു ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കുന്നതല്ല കഥകളൊന്നും. എഴുത്തുകാരനാരെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഒരാൾ പറഞ്ഞതാണ്. അതായത് ഈ റൈറ്ററുടെ ജോലി എന്ന് പറയുന്നത് ആർക്കിയോളജിസ്റ്റിൻ്റെ ജോലിക്ക് സമാനമാണെന്നാണ്. നമ്മൾ മണ്ണിൽ നിന്ന് ഇങ്ങനെ ഫോസിൽസൊക്കെ എടുക്കില്ലേ, അതുപോലെയാണ് ഒരു എഴുത്തുകാരൻ മറ്റുള്ളവരുടെ ജീവിതങ്ങളിൽ നിന്ന്, അവൻ്റെ ജീവിതത്തിൽ നിന്ന്, ചുറ്റുപാടുകളിൽ നിന്നിങ്ങനെ കഥകൾ എടുക്കുന്നത്. വക്ക് പൊട്ടാതെ, അരികു ചപ്പാതെ, ഇങ്ങനെ മനോഹരമായ രൂപങ്ങൾ, മനോഹരമായ കഥകൾ. Of course, there will be so many missing pieces. So what do writers do in order to fill those gaps? They use their imagination, because after a few pieces, they get the picture. They know the shape of the animal, the shape of the story. This is exactly what our novelist Henry James wants us to develop. The power to guess the unseen from the seen. That is not mere observation. We are in fact getting onto that shifty terrain of imagination. തൊട്ടടുത്ത മേശയിലിരുന്ന് സംസാരിക്കുന്ന അവൻ്റെ സംസാര രീതി വെച്ച്, അവൻ്റെ ശൈലി വെച്ച്, അവൻ ഉപയോഗിക്കുന്ന വാക്കുകൾ വെച്ച്, അവൻ്റെ വേഷം വെച്ച്, അവൻ്റെ ആ ജസ്റ്റേഴ്സും ബോഡി ലാംഗ്വേജും വെച്ച് അവൻ്റെ വീടിനെ സങ്കല്പിക്കുക. അവനിങ്ങനെ സംസാരിക്കുമ്പോൾ അവൻ്റെ അച്ഛൻ എങ്ങനെയാവും പ്രതികരിക്കുക. അതുപോലെ തന്നെ അവൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടാവും, അവൻ്റെ വീടിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്താണ്, അവൻ്റെ പെങ്ങൾ അവനോട് വന്ന് അവൾക്കൊരു പ്രണയമുണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാവും അവൻ പ്രതികരിക്കുക. ഇതൊക്കെ എന്താണ്, നമ്മൾ വൈൽഡ് ടെറൈൻസാണ്. നമ്മൾ അവനെ കാണുമ്പോഴത്തേക്ക് ഇതൊക്കെ നമ്മൾ ഗസ് ചെയ്യാണ്, ഇമാജിനേഷനാണ്. സി, എ സ്റ്റോറി ഈസ് സ്റ്റെഡിലി അൺസ്പൂളിങ് ഫ്രം ദാറ്റ് മൊമെൻറ്റ് ഓഫ് ഒബ്സർവേഷൻ, ഫ്രം ദാറ്റ് മൊമെൻറ്റ് ഓഫ് കീൻ ഒബ്സർവേഷൻ. From a few pieces of bone, the writer is building a whole animal up. Sometimes we writers have to depend upon someone close by in order to extract details. ഞാൻ പലപ്പോഴും ആലോചിക്കാറുള്ളതാണ്, ഈ എന്നെങ്കിലും ഒരു ടീനേജറിനെ പറ്റിയൊരു കഥ എഴുതുമ്പോൾ ഞാനിങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട്. ഈ പെരുന്നാളിന് അറക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട് എൻ്റെ ഒരു ശിഷ്യൻ രാഹുൽ ചെമ്പഴുതി. അപ്പോൾ ഈ ഓൺലൈൻ ഗെയിമില്ലേ പബ്ജിയൊക്കെ, എനിക്ക് അവൻ അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ ഉള്ളൊരു ആവേശമുണ്ട്. അപ്പം ഐ വോണ്ട് ടു ലിസൺ ടു ഹിം, ഐ വോണ്ട് ടു സീ ഹിം പ്ലേയിങ് ഇറ്റ്. അപ്പോൾ അവൻ്റെ എന്താണ് ഈ സംസാരം എന്ന് പറഞ്ഞ കാര്യം, അതിങ്ങനെ എന്താണ് സ്പീഡിൽ, അവൻ്റെ പാൽപിറ്റേഷൻ, അവൻ്റെ എന്താണ് ഈ ശ്വാസഗതി തന്നെ അങ്ങ് മാറും, അതിൻ്റെ ഒരു പേസ് തന്നെ അങ്ങ് മാറും. ദ പേസ് പിക്കിങ് അപ്പ് ആൻഡ് ദ വേർഡ്സ് റണ്ണിങ് ഇറ്റ് വൺ അനദർ വൈൽ ഹി ടോക്സ് അബൌട്ട് ദാറ്റ്. ഇതൊക്കെ എനിക്കിങ്ങനെ നേരിട്ട് അറിയണം, എന്നാൽ മാത്രമേ ഒരു ടീനേജറിന് എനിക്ക് എൻ്റെ കഥയിൽ കൊണ്ടുവരാൻ പറ്റൂ. നമ്മുടെ ചുറ്റുമൊക്കെ തന്നെ ഉണ്ട് നമ്മുടെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ അയൽക്കാരാവാം, നമ്മുടെ സുഹൃത്തുക്കളാവാം, നമ്മുടെ കുട്ടികളാവാം. പക്ഷേ അത്
അവർ ഇവർ നേരിട്ട് കൊണ്ടുവരിക എന്നുള്ളതല്ല. വി ഹാവ് ടു ഇംബ്യൂ ദം വിത്ത് അവർ ഇമാജിനേഷൻ, വി ഹാവ് ടു കളർ ദം വിത്ത് അവർ ഇമാജിനേഷൻ. അല്ലെങ്കിൽ വെറും ബോറിങ് ഡീറ്റെയിൽസാണ്. പക്ഷേ നമ്മൾ ചുറ്റും കാണുന്ന ജീവിതങ്ങളിൽ നിന്ന് തന്നെയാണ് നമുക്ക് കഥകൾക്ക് വേണ്ടുന്ന ആ ഒരു കൂട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾ നിർബന്ധമായും ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ഒരു ചെറിയൊരു നോട്ട് പാഡ്. എവിടെ പോയി കഴിഞ്ഞാലും ഈ സാധനം നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അപ്പം നിങ്ങൾ ബീച്ചിൽ പോകുന്നു, അല്ലെങ്കിൽ ട്രെയിനിലിരിക്കുന്നു, അപ്പം കാണുന്ന ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ അപ്പോഴേ കുറിച്ചെടുക്കുക. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് വലിയൊരു നോട്ട് ബുക്ക് ഉണ്ടെങ്കിൽ അതിൽ കുറിക്കുക. കാര്യം നമ്മൾ പലപ്പോഴും യാത്ര ചെയ്യുമ്പോഴൊക്കെ നമ്മൾ എഴുതുമ്പം നമ്മൾ ഈ ഹാൻഡ് റൈറ്റിംഗ് ഒട്ടും ലെജിബിൾ ആവണമെന്നില്ല. ഞാനൊക്കെ എഴുതി കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് വായിക്കാനേ സാധിക്കാറില്ല. അങ്ങനെയുള്ള പല നോട്ട് പാഡുകളും സമയത്ത് ഇങ്ങനെ മാറ്റി എഴുതാത്തത് കാരണം ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. കഥകൾ തന്നെ, ആശയങ്ങൾ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഈ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമ്മളിങ്ങനെ കണ്ണടച്ച് നമ്മൾ ഉറക്കം വരില്ല, പെട്ടെന്നായിരിക്കും ചില ആശയങ്ങളിങ്ങനെ തള്ളി വരുന്നത്. അടുത്ത് നോട്ട് പാഡ് ഉണ്ടെങ്കിൽ അപ്പോഴേ നമുക്ക് കുറിച്ച് വയ്ക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് മേഖലകൾ കാണും. അപ്പോൾ ആ രംഗത്തുള്ള വളരെ എക്സ്പേർട്സൊക്കെ വന്ന് സംസാരിക്കുമ്പം നമ്മളിങ്ങനെ കണ്ണും കാതും കൂർപ്പിച്ചിരിക്കണം, ചോദ്യങ്ങൾ ചോദിക്കണം. പലപ്പോഴും ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. ചില ഡോക്ടേഴ്സൊക്കെ വന്ന് സംസാരിക്കുമ്പം, ഉദാഹരണത്തിന് ഇപ്പോൾ കോവിഡിൻ്റെ കാര്യം, അവരിങ്ങനെ ഒഴുക്കൻ മട്ടിൽ, അതായത് ഇത് എപ്പിഡമിക്കല്ല പാൻഡമിക്കാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോവും. അവരുടെ ഒരു ധാരണ ഇതറിഞ്ഞുകൂടാത്ത ആരും ഇല്ല എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ച് പോകുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ വീട്ടിൽ ഇപ്പം എൻ്റെ മകൾ എൻ്റെ അടുത്ത് ജാനുവരി കബീറിനെ അറിഞ്ഞൂടെ എന്നൊക്കെയാണ് ചോദിക്കുക. എനിക്കറിയില്ല. അപ്പോൾ അത് അവർക്കൊക്കെ അറിയാവുന്ന മേഖലയാണത്. അങ്ങനെയുള്ളപ്പോൾ നിർബന്ധമായും നമ്മളിങ്ങനെ സംശയങ്ങൾ തീർത്ത് തന്നെ പോകണം. നമുക്കറിഞ്ഞുകൂടാത്ത മേഖലകളെപ്പറ്റി മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ. റീഡ് വൈറ്റ്ലി പലർക്കുള്ള ധാരണയാണ്. അതായത് I'm a fiction writer, so I read only novels. I'm a poet. അതുകൊണ്ട് ഞാൻ കവിതകൾ മാത്രമേ വായിക്കുകയുള്ളൂ. You must read science, travel, commerce, economics, everything. Whatever things that come to you and don't bite, you read. അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചില സിറ്റുവേഷൻസ് നമ്മളൊരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുമ്പം പോലും ചില സിറ്റുവേഷൻസ് നമ്മളെ ബെയിൽ ഔട്ട് ചെയ്തുകൊണ്ട് പോകുന്നത് നമ്മുടെ ഈ വായനയായിരിക്കും. അതിലൊരു കാര്യമായിരിക്കും നമ്മൾ ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരുന്നത്. ആ നിമിഷം നമ്മുടെ സ്റ്റോറിയുടെ ഒരു ഡയമെൻഷൻ തന്നെ അങ്ങ് മാറുകയാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്തായ അജി, ഈസ് എ ഡോക്ടർ, വിളിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ കൊറോണ വൈറസ് ഏതാണ്ട് 2 ലക്ഷം പേരുടെ ജീവൻ എടുത്തു കഴിഞ്ഞു. അതുപോലെ 30 ലക്ഷം പേർക്ക് രോഗബാധിതരാണ്. ഭൂമി ഏതാണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പം കൊറോണ വൈറസ്. പക്ഷേ ഈ വൈറസുകളെ എല്ലാം കൂടി എടുത്ത് അതിൻ്റെ ഭാരം നോക്കുകയാണെങ്കിൽ ഏതാനും ഗ്രാം മാത്രമേ ഉള്ളൂ. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് തോന്നി. കാര്യം ഏതാനും ഗ്രാം മാത്രമുള്ള ആ രോഗാണുവാണ് ഇന്ന് ഭൂമി മുഴുവൻ ഇങ്ങനെ ഭരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് പോലും ഏതാനും ഗ്രാംസ് മാത്രമുള്ള ആ വൈറസാണ്. നാളെ ഇത് ഞാൻ എഴുതിയെടുത്തു, ഇനി നാളെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യും. എന്നെങ്കിലും ഈ ഒരു വസ്തുത എൻ്റെ കഥയിലും വരും.